കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ 55ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും മെയ് 13-ന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ വിവിധ പരിപാടികളോടെ നടക്കും. നജീബ് കാന്തപുരം MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും സ്വന്തമായി വീടില്ലാത്ത വ്യാപാരിക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ പ്രഖ്യാപനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ 55ാം വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് വ്യാപാരികളുടെ കുടുംബസംഗമവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും സ്വന്തമായി വീടില്ലാത്ത വ്യാപാരിക്ക് വീട് വെച്ച് നൽകുന്ന പ്രഖ്യാപനവും നടത്തുന്നത്. 13-ന് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ഷിഫ കൺവെൻഷൻ സെന്ററിൽ വിവിധ കലാപരിപാടികളോടെയാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മർച്ചന്റ് അസോസിയേഷൻ 1970-ൽ പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ 55ാം വാർഷിക പൊതുയോഗവും എമറാൾഡ് ജൂബിലി ആഘോഷവുമാണ് ഈ വരുന്ന 13-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങളുടെ മുൻ നേതാക്കളായിരുന്ന KP വാക്കുവജി, VV സ്റ്റുഡിയോ യൂസഫ് എന്നിവരുടെ നാമത്തിൽ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വളരെ വിപുലമായ പരിപാടിയോടുകൂടി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 4 മണിക്ക് ഞങ്ങളുടെ വാർഷിക പൊതുസമ്മേളനവും 5 മണി മുതൽ വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന കലാപരിപാടികളും 7 മണിക്ക് സാംസ്കാരിക സമ്മേളനവും 8 മണിക്ക് ഗാനമേളയോടുകൂടി ആണ് ഞങ്ങളുടെ പരിപാടികൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണയിൽ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് അതുപോലെ തന്നെ വ്യാപാരികളുടെ എല്ലാ വിഷയങ്ങളിലും ആനുകാലികമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഈ എമറാൾഡ് ജൂബിലിയോടനുബന്ധിച്ചും വീടില്ലാത്ത പെരിന്തൽമണ്ണയിലെ ഒരു വീട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടി അന്നവിടെ നടത്തപ്പെടുന്നുണ്ട്. ഈ മെയ് 30-ാം തീയതി വരെ സ്വന്തമായി 3 സെന്റ് സ്ഥലമുള്ള പെരിന്തൽമണ്ണയിലെ ഏത് വ്യാപാരിക്കും അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതോടൊപ്പം വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ P. കുഞ്ഞാവു ഹാജി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന കുടുംബസംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുവരെ 31 സ്നേഹ വീടുകളാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2ാമത്തെ സ്നേഹഭവനമാണ് നിർമ്മിച്ചു നൽകുന്നത്. വൻകിട വ്യാപാര സ്ഥാപനങ്ങളും ഓൺലൈൻ വ്യാപാരവും തെരുവ് കച്ചവടവും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. സർക്കാരിൽ നിന്നും കച്ചവടം നിർത്തിയ വ്യാപാരികൾക്ക് സഹായം ലഭ്യമാക്കണം. ഭരണാധികാരികൾ ഇക്കാര്യം ഗൗരവമായി എടുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലുള്ള പ്രതിസന്ധികൾ നമുക്ക് ഓരോരുത്തരും അറിയാമെന്ന് വ്യാപാരികളൊക്കെ തന്നെ വളരെയേറെ ആശങ്കയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലെ സംഘർഷാവസ്ഥയൊക്കെ കുറക്കാൻ വേണ്ടി കുടുംബസമേതം അവരെല്ലാം ക്ഷണിച്ചുകൊണ്ടാണ് കായിക കലാ മത്സരങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഈ 13-ാം തീയതി ഷിഫ കൺവെൻഷൻ്റെ മർച്ചന്റ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗങ്ങൾ ആരംഭിക്കുന്നത്. സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധിയായ MLA, ചെയർമാൻ തുടങ്ങിയവരെല്ലാം തന്നെ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, PP സൈദലവി, ലിയാഖത്ത് അലി ഖാൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഖാജ മുഹിയുദ്ദീൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം, ഷൈജൽ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.